ഈ വയനാട്ടിൽ ഉണ്ടായ കൊടി വിവാദം അതിൻ്റെ പ്രത്യാഘാതമാണ് കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ കണ്ടിരുന്നു. പൊന്നാനി മാത്രമല്ല, മലപ്പുറം മണ്ഡലത്തിലും കണ്ടിരുന്നു. അവിടെ കോൺഗ്രസിൻ്റെ കൊടി ഉയർത്താനായിട്ട് ലീഗുകാർ സമ്മതിച്ചിരുന്നില്ല. വയനാട്ടിൽ നേരെ തിരിച്ചായിരുന്നു. ലീഗിൻ്റെ കൊടിയുമായി വന്ന ആളെ പുറത്താക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിവാദം ഒരുപക്ഷെ അവിടുത്തെ വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാവാം. മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ കോൺഗ്രസ് വോട്ട് വിട്ടു നിന്നിട്ടുണ്ടാവാം. അതായിരിക്കാം പൊന്നാനിയിൽ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ വോട്ടിലേക്ക് പോയിട്ടുണ്ടാവുക. അതേസമയം വയനാട്ടിൽ പോളിംഗ് പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസം കാണുന്നില്ല. ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേതുമായിട്ട് നോക്കുമ്പോൾ താരതമ്യേന ഈക്വലായിട്ട് തന്നെ പോകുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു പ്രയോജനം അവിടെ കണ്ടിരുന്നു. വോട്ട് ഷെയർ വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ആ തലത്തിലേക്ക് എത്തിയില്ലെങ്കിലും വലിയ കുറവ് വരുന്നിട്ടില്ല എന്നുള്ളൊരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ വോട്ടാണോ കുറഞ്ഞത്, അതല്ല അതോ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടാണോ കുറഞ്ഞതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ സമസ്ത ലീഗ് പ്രശ്നം വലിയ തരത്തിലൊരു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മലപ്പുറം, പൊന്നാനി, മണ്ണ അത് കേരളം ആകെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നേരത്തെ തന്നെ PMA സലാമ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ സമസ്തയ്ക്ക് തെക്കൻ കേരളത്തിൽ എവിടെയാണ് സ്വാധീനം എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. വല്ലാതെ ഈ സമസ്തയെ ലീഗ് നേതാക്കൾ ഇത്തവണ ചൊടിപ്പിക്കുകയും ഒരു നിലവാര തകർച്ചയിലേക്ക് പോകുന്ന തരത്തിലേക്ക് പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ലീഗ് വോട്ടിലും വലിയ കുറവ് വന്നിട്ടുണ്ട്. ലീഗുകാർ വോട്ട് ചെയ്തിട്ടില്ല പലരും. അങ്ങനെ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നുണ്ട്.